അറിയുന്നത് ഫിഷ് മോളി തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ കുറച്ച് നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/4 കിലോയേക്കാളും കുറച്ചും കൂടി വരും. കറക്റ്റായിട്ട് പറഞ്ഞാൽ 350 ഗ്രാമാണ്. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വലിയ പീസായിട്ട് ഇടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങാ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, 1 തക്കാളി അരിഞ്ഞെടുത്തത്. പിന്നെ മസാല ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇനി ചിലർ ഫിഷ് മോളി തയ്യാറാക്കുമ്പോൾ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്നും ചേർക്കത്തില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ടേസ്റ്റ് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം. 1/2 കപ്പ് 3/4 പാല് വേണം, കട്ടി കുറഞ്ഞ പാല്. 1/2 കപ്പ് 2/4 പാല്, കുറച്ചും കൂടി കട്ടിയുള്ള പാല്. പിന്നെ നല്ല കട്ടിയുള്ള 1/4 പാല് വേണം, 1/4 കപ്പ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണം. എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നെയ്മീനിലോട്ട് ആദ്യം നാരങ്ങാനീര് ചേർക്കുക. 1 ടീസ്പൂൺ നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുക. ഈ കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ മീൻ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വലിയ പീസായിട്ടാണ് ഇടുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ചിലരിങ്ങനെ നെയ്മീൻ റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വയ്ക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഫിഷ് ചേർക്കാം. ഈ നെയ്മീൻ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു പകുതി വേവ് ആയാൽ മതി. കാരണം ഫിഷ് ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കറിയിലിടുമ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് കട്ടിയുണ്ടാവും. കുറച്ച് സോഫ്റ്റായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീനൊരു പകുതി വേവ് ആയാൽ മതി. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടു. ഇത് ഒരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 സൈഡും കുറച്ച് നേരം ഫ്രൈ ചെയ്തു. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയും മതിയാവും. ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇപ്പോൾ കണ്ടു, ഇതിനകത്ത് കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഗ്രേവിയും വെക്കാൻ പോകുന്നത്. നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വളരെ കുറച്ച് എണ്ണയെ ബാക്കിയുള്ളെങ്കിലും അതും ഈ ഗ്രേവി വെക്കാനായിട്ട് ഉപയോഗിക്കണം. കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഗ്രേവി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വേറൊരു പാൻ വെക്കുക. എന്നിട്ട് ഈ എണ്ണ അതിനകത്തോട്ട് ഒഴിക്കുക. എണ്ണ തണുത്ത് കഴിഞ്ഞിട്ട് ചൂടാക്കുകയൊന്നും ചെയ്യരുത്. ആ ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ ഉപയോഗിക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. കാരണം ഇത്ര മതിയാവത്തില്ല നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് ആദ്യം സ്പൈസസ് ചേർക്കാം. പട്ട ചേർക്കാം, 2 ഏലക്ക, 2 ഗ്രാമ്പൂ ചേർക്കാം.
ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സവാള നമുക്ക് അധിക നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പം അതുകൊണ്ട് സവാള ചേർത്ത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം പോയി കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് സവോളയും ചെറിയ ഉള്ളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ സവോളയാണ്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതും ചേർക്കാം. ഇനി സവോളയും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 3-ാം പാല് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർക്കുന്നത്, ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർക്കുന്നത്. ഇത് അടച്ചൊന്നും വെക്കണ്ട, ഇനി തുറന്ന് വെച്ച് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. മീനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് കണക്കാക്കി വേണം ഗ്രേവിയിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച നെയ്മീൻ ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് സ്പൂൺ വെച്ച് ഇളക്കണ്ട, ഈ പാൻ ഇങ്ങനെ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത്ര മതിയാവും. പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വരണം, കുറച്ചൊന്ന് വറ്റണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കത് തുറന്ന് നോക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ പകുതി വേവിച്ച മീനാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് 2-ാം പാല് ചേർക്കാം. 2-ാം പാലിൻ്റെ കൂടെയാണ് നമ്മൾ തക്കാളിയും ചേർക്കുന്നത്. ആദ്യം തന്നെ തക്കാളി ചേർക്കരുത്, ഒത്തിരി അങ്ങ് വെന്ത് കറിയിൽ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-ാം പാലിൻ്റെ കൂടെയാണ് തക്കാളി ചേർക്കേണ്ടത്. ഇതിന് ഈ പാൻ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം, കറി കുറച്ചും കൂടി കുറുകവും വേണം. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. രണ്ട് കറി നന്നായിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതുപോലെ തക്കാളിയും വെന്തിട്ടുണ്ട്. ഫിഷ് മോളിൽ എപ്പോഴും തക്കാളി അതുപോലെ കിടക്കണം, ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 1-ാം പാല് ചേർത്താൽ മതി. 1-ാം പാല് ചേർക്കുന്നതിന് മുമ്പ് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം കട്ടിപ്പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കിയാലും കുഴപ്പമില്ല, മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത് ഒന്ന് ആവി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഫിഷ് മോളി റെഡിയായി. ഇത് സാധാരണ പാലപ്പത്തിൻ്റെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും.